എല്ലാവരുടെയും ഇഷ്ടവിഭവമായ ബട്ടർ പനീർ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ? ചോറിനും ചപ്പാത്തിക്കും ബെസ്റ്റ് കോമ്പിനേഷനാണ് ബട്ടർ പനീർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇത് 2 സ്റ്റെപ്പായിട്ടാണ് തയ്യാറാക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ ആവശ്യമായ ചേരുവകൾ എന്തെല്ലാം നോക്കാം. 2 സവാള, 2 വലിയ പഴുത്ത തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 8 വെളുത്തുള്ളി, 12 അണ്ടിപ്പരിപ്പ്, ഒരു 4 ഉണക്കമുളക്, 2 പച്ചമുളക്. ഇതെല്ലാം നമുക്കൊന്ന് വാട്ടി അരച്ചെടുക്കണം. ഞാനിവിടെ 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഈ സവാള, അരിഞ്ഞ സവാള ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് വാട്ടാം. വല്ലാണ്ട് വാട്ടേണ്ട ആവശ്യമില്ല, ഒന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള എല്ലാ ചേരുവകളും ഒന്നിച്ച് ഇടാം. ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിക്കാൻ വെക്കാം. ഇനി ഇത് ഓഫാക്കി നമുക്കിത് ഒന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ആവശ്യമായ ചേരുവകൾ എന്തെല്ലാം നോക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ ജീരകം, 1 ബേ ലീഫ്, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കസൂരി മേത്തി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, 200 ഗ്രാം പനീർ, 2 ടേബിൾ സ്പൂൺ ബട്ടർ. പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ബട്ടർ ഇടാം. ബേ ലീഫ്, ഈ ജീരകം ഇതിലേക്കിടാം. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിൻ്റെ ശേഷം ഇതിലേക്ക് നമുക്ക് പാല് ഒഴിക്കാം. പാല് ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കും. ഇപ്പോൾ ഇത് തിളക്കൽ തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കാം.
ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഇടാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് പനീർ ചേർക്കാം. ഇനി നമുക്ക് ഒരു സ്പൂണ് ഗരം മസാല ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഫ്രഷ് ക്രീം ഇട്ടിളക്കാം. കസൂരി മേത്തി, ഇതാണ് ഇതിലത്തെ മെയിൻ ഒരു ഐറ്റം. അതിൽ നമുക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് ഇനി അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് ഇതിലേക്ക് ഇടാം. ബട്ടർ പനീർ തയ്യാറായി. ഇതേപോലെ ഒരു വട്ടം നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. നന്ദി.